കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹൈ റേഞ്ചിലേക്ക് ആളുകൾ കയറിയത് അല്ലെങ്കിൽ ആളുകൾ താമസം തുടങ്ങിയത് സ്ഥലം വെട്ടിപ്പിടിക്കാനൊന്നുമല്ല. അത് കേരളത്തിലെ ഗവൺമെൻറ് അവരെ അവിടെ എത്തിച്ചതാണ്. അതിനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നെന്ന് പഴയ ആളുകൾക്കറിയാം, ചരിത്രം അറിയാവുന്നവർക്കറിയാം. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി വനപ്രദേശങ്ങളിൽ ഇന്നത്തെ ഇടുക്കി ജില്ല, മലപ്പുറം, അങ്ങനെയുള്ള വയനാട്, കോഴിക്കോട് ജില്ലകളിലോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വളരെയധികം ആളുകൾ നായാട്ടിന് കേരളത്തിൽ ഈ വനമേഖലകളിലെത്തി. പ്രത്യേകിച്ച് ആനക്കൊമ്പായിരുന്നു അവരുടെ പ്രധാന സംഗതി. ഇന്നത്തെ ഇടുക്കി ജില്ല അന്ന് കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും ഭാഗമാണ്. ഇടുക്കി ജില്ലയില്ല. വനമേഖലയിൽ വന്ന് കാട്ടാനെ കൊന്ന് കൊമ്പെടുത്തുകൊണ്ട് പോവുക. 10-20 പേര് തമിഴ്നാടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്നിട്ട് ഓരോ ഗ്രൂപ്പ്, 20 പേരല്ല, അതുപോലുള്ള പല ഗ്രൂപ്പുകൾ വന്നിട്ട് മ്ലാവ്, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ വെടിവെച്ച്, അത് 4-5 തോക്കുകാരുണ്ടാവും, വെടിവെച്ച് പീസാക്കിയിട്ട് ഇറച്ചി ചുമന്നുകൊണ്ട് പോവുക. അതിലും വലിയൊരു പ്രധാന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക്, ഈട്ടി മുതലായ വൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ട് പോവുക. വെട്ടി അറുത്ത്, എന്ന് വെച്ചാൽ നമ്മുടെ സോമില്ലൊന്നുമില്ല, പഴയ ഒരു അറക്കവാൾ ഒരുപക്ഷെ പഴയ ആളുകൾ കണ്ടാവും. ഒരാൾക്ക് എടുക്കാവുന്ന വലുപ്പത്തിൽ അത് പീസാക്കിയിട്ട് 40-50 പേര് ഒരു ഗ്രൂപ്പായിട്ട് നടന്ന് ചുമന്നുകൊണ്ട് പോവുമായിരുന്നു. മുമ്പിലും പുറകിലും ആയുധങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അന്നും ഈ മലമ്പ്രദേശത്ത്, മലനാട്ടിൽ വളരെ ചുരുങ്ങിയ ഫോറസ്റ്റ് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 10-5 ഒക്കെ ഫോറസ്റ്റുകാർക്ക് ഒരിക്കലും ഇവരെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇവർ 30-40 പേര് കാണും. തന്നെയല്ല, എവിടെയാണ് വെട്ടുന്നതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും ഇവർ ചെന്ന് പറ്റിയാൽ മറ്റവരുടെ ആയുധങ്ങളുണ്ട്. ഈ ഫോറസ്റ്റുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദേവികുളം, കൂമള്ളി, പീരുമേട്, ഏലപ്പാറ, പൂപ്പാറ, ശാന്തമ്പാറ ഇവിടെയൊക്കെ തമിഴ്നാട് ആളുകൾ സ്ഥലം കയ്യേറാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാമൊക്കെ തമിഴ്നാടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ വനവിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. കാസർഗോഡ് മുതൽ ഈ വനാതിർത്തികളിലെല്ലാം ഈ സംഭവം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള ആളുകൾ മരം മുറിച്ചുകൊണ്ട് പോവുക, കണ്ടമാനം മരം വെട്ടിക്കൊണ്ട് പോവുക, മൃഗങ്ങളെ വേട്ടയാടി അതിനെ മാംസം കൊണ്ടുപോവുക എന്ന്. കേരളത്തിലെ വിരലിലെണ്ണാവുന്ന ഫോറസ്റ്റുകാർക്കോ പോലീസ് സ്റ്റേഷനുകളൊക്കെ വളരെ ചുരുക്കമായി. ഇടുക്കി ജില്ലയിൽ വണ്ണമ്മേട്ടിലൊക്കെയാണ് അന്നൊരു പോലീസ് സ്റ്റേഷൻ. കട്ടപ്പന, അതുപോലെ തന്നെ നെടുങ്കണ്ടം, ഉടുമ്പൻചോലൊന്നും പോലീസ് സ്റ്റേഷനില്ല. വണ്ണമ്മേട്ടിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നത്. അവിടെ ഒരു ജീപ്പ് പോലും ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വനം കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പരിഹരിക്കപ്പെടാൻ ഒരിക്കലും സാധിക്കത്തില്ല, ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് അന്നുണ്ടായിരുന്ന മന്ത്രിസഭയ്ക്ക് മനസ്സിലായി. പട്ടംനാണുപിള്ള, ഒരു പക്ഷേ നിങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പട്ടംനാണുപിള്ള എന്ന് പറയുന്ന മന്ത്രിയാണ് ഈ മലയാളികളെ മലയോര പ്രദേശത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവരവിടെ താമസമായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ മരം കൊള്ളയ്ക്കും ഈ നായാട്ടിനും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ മലമ്പനിയും വസൂരി നിറഞ്ഞ, അതുപോലെ ഭയങ്കര തണുപ്പ്, ഇന്നത്തെ മൂന്നാറും പോലുള്ളതല്ല, 40-ാം നമ്പർ മഴയെന്നൊക്കെ പറയും. 40 ദിവസമൊക്കെ നിന്ന് പെയ്യുന്ന മഴ, കൊടും തണുപ്പ്. ഒരു ആളും നാട്ടിൻ പ്രദേശത്ത് എന്ന് അങ്ങോട്ട് പോകില്ല. പക്ഷെ മലയാളികളെ അവിടെ എത്തിക്കണം. മലയാളികളവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അന്നുണ്ടായിരുന്ന മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. കേരള മന്ത്രിസഭ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പട്ടംനാണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അങ്ങനെ തീരുമാനിച്ചു. അതിനു വേണ്ട ചില ക്രമീകരണങ്ങൾ അവർ ചെയ്തു. അന്നുണ്ടായിരുന്ന സർക്കാരാണ് ഈ ജനങ്ങളെ
സാധാരണക്കാരായ ജനങ്ങളെ അവിടേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം ചെയ്തത്. അതിന് അദ്ദേഹം ചെയ്ത ഒരു സംഗതി ഒരു പത്രപരസ്യം കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം ആ പത്രപരസ്യം എന്തായിരുന്നു, എങ്ങനെയാണ് ആളുകളെ അവിടെ എത്തിച്ചത്, ഇന്ന് കാണുന്ന രീതിയിലുള്ള കുടിയേറ്റം എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് അറിയണം. അല്ലാതെ നമ്മൾ നഗരങ്ങളിൽ കാണിക്കുന്ന പോലെ പുഴയുടെ എറമ്പ് വെട്ടിയും കയൽ നികത്തിയും പുറമ്പോക്ക് ഭൂമി കയ്യേറിയും ബഹുനിലം മന്ദിരം വെച്ച പോലെ അല്ല ഈ മലയോര കർഷകൻ അവിടെ ചെന്നെത്തിയത്. പകരം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടും ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടും കൂടിയാണ് മലയോര കർഷകർ അവിടെ എത്തിയത്. ആ ചരിത്രം ഇനി നിങ്ങളോട് തുടർന്ന് അടുത്ത വീഡിയോകളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേവലം നമ്മൾ ഇങ്ങനെ മലയോര കർഷകരെ വെറുതെ വിമർശിക്കുന്നതിന് പകരം അതിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മലയോര കർഷകർക്ക് പലർക്കും ഈ സത്യം ഒരുപക്ഷെ അറിയണമെന്നില്ല. കാരണം അന്ന് പ്രായമുള്ള ആളുകൾ വളരെ അപൂർവമാണ്, ഇന്ന് ചെറുപ്പക്കാരൊക്കെയാണ്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. മലയോര കർഷകരുടെ എങ്ങനെയാണ് അവിടെ എത്തിയത്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ വേണ്ട സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാ കർഷകർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോയിലൂടെയും നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വിവരങ്ങളൂടെ ലഭ്യമാകുന്നതായിരിക്കും.